റൂട്ട് കനാൽ ഫെയിലിയർ വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യാം? ഉടൻ തന്നെ CBCTക്ക് വിടുക. CBCT എന്നതിനാൽ 3 ഡയമെൻഷനിൽ നമ്മൾ എക്സ്റേ എടുക്കുകയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ആ ചെയ്ത റൂട്ട് കനാൽ ഫെയിലിയർ ആയത് എന്ന് നമുക്ക് അറിയേണ്ട അത്യാവശ്യമാണ്. റൂട്ട് കനാൽ വളരെ പ്രോപ്പറായിട്ട് ചെയ്താൽ പോലും 2% ചാൻസ് അത് ഫെയിലിയർ വരാനുണ്ട്. ഇനി പ്രോഗ്നോസിസ് കുറഞ്ഞ റൂട്ട് കനാൽ ആണെങ്കിൽ അപ്പോഴും റൂട്ട് കനാൽ ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ എന്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെ വന്നാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ CBCT എടുക്കുക. CBCT എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എന്തുകൊണ്ട് ഫെയിലിയർ വന്നു എന്ന് അറിയാൻ വേണ്ടി. അപ്പോ അത് പൊട്ടൽ കാരണമാണെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്റ്റെന്റ് അനുസരിച്ചാണ് മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യുക. ഇനി അതിൽ റെസിസ്റ്റന്റ് ഓർഗാനിസംസ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് അഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കനാലോ അല്ലെങ്കിൽ വേരിയഡ് ആയിട്ടുള്ള ഒരു അനാറ്റമി ആണ് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആകൃതിയാണ് നിങ്ങളുടെ പല്ലിനുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും ട്രീറ്റ് ചെയ്യുക. അതായത് വീണ്ടും റൂട്ട് കനാൽ ചെയ്യുക. 2, പ്രോപ്പറായിട്ട് സീൽ കൊടുക്കുക. പ്രോപ്പറായിട്ടുള്ള ഓൺ കവറിംഗ്, അതായത് ഓൺ ടോപ്പ് ആയിട്ടുള്ള ഒരു കവറിംഗ് കൊടുക്കുക. ഓൺലേ അല്ലെങ്കിൽ എന്താ ക്രൗൺ അല്ലെങ്കിൽ ക്രൗൺ എന്താന്ന് വെച്ചാൽ കൊടുക്കുക. ഏറ്റവും അത്യാവശ്യവും എല്ലാവരും സാധാരണ വിട്ടുപോകുന്നതുമായ ഒരു കാര്യം ഗം കെയർ ആണ്. അതായത് പല്ലിരിക്കുന്ന ഭാഗം അത് നീറ്റാണോ, അതിന്റെ അടിയിൽ അണുക്കളുണ്ടോ, അപ്പൊ പിന്നെയും ഗംസ് വിട്ടു നിൽക്കുകയാണോ, അതിന്റെ സൈഡിൽ നിന്ന് പിന്നെയും ഫുഡ് കയറാൻ സ്ഥലമുണ്ടോ, അങ്ങനെയാണ് പ്രോപ്പർ ഗം കെയറും നമ്മൾ അത്യാവശ്യം ചെയ്യുന്നത്. സേവ് ചെയ്യാൻ പറ്റും, എല്ലാം എടുത്തു കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, ഒരു കാരണവശാലും എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ, ഫുഡ് കയറുന്നു അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത പല്ലിന്റെ അവിടെ ചെറിയൊരു വേദനയുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നു, വെച്ചോണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ പോയി അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണോ അതെടുക്കുക.